Meet the editors. അസ്വാഭാവിക പിന്തുണയോ എന്നതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, എം.ആർ. അജിത് കുമാറിന് അസ്വാഭാവിക പിന്തുണയാണോ സർക്കാർ നൽകുന്നത്? പാർട്ടിയും അസ്വാഭാവികമായ പിന്തുണയാണ് CPM ഈ വിഷയത്തിൽ നൽകുന്നതെന്നാണ് എൻ്റെ നിലപാട്. അത് CPM-ൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ്. CPM ഇന്ന് വന്നു പെട്ടിട്ടുള്ള സാഹചര്യം മറ്റൊന്നാണ്. പക്ഷേ CPM-ൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമാണ്. ആ ഫാസിസ്റ്റ് വിരുദ്ധ വർഗീയ വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനം അത്തരം ശക്തികളുമായി കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന് വേണ്ടി നിലപാടെടുക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. അത് ഒട്ടും തന്നെ സ്വാഭാവികമല്ല. അതുകൊണ്ട് എൻ്റെ മറുപടി അക്കാര്യത്തിൽ ഇതൊരു അസ്വാഭാവിക പിന്തുണയാണ് എന്നുള്ളതാണ്. പ്രശ്നം എന്താണ്? ഞാൻ ആദ്യം മുതൽ തന്നെ സംശയിക്കുന്നൊരു കാര്യം ഇതിനകത്ത് ഈ പൂരം കലക്കിയതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലല്ലോ. അത് ഇന്നിപ്പോൾ സ്മൃതിയുടെ ചർച്ചയിൽ VS സുനിൽകുമാർ, അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി, ഞാൻ എപ്പോഴും പറയും അദ്ദേഹം CPIയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. ഒന്നാം പിണറായി സർക്കാരിൽ കൃഷിമന്ത്രിയായിരുന്നയാളാണ്. അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത് പൂരം കലക്കിയത് തന്നെയാണെന്ന്. ആ കാര്യത്തിൽ കോൺഗ്രസിനും അവിടെ സംശയമില്ല. കെ മുരളീധരൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പൂരം കലക്കിയത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് B. ഗോപാലകൃഷ്ണൻ, BJPയുടെ നേതാവ്, കേരള ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരേ അഭിപ്രായമാണ് പൂരം കലക്കി എന്നുള്ളതിനെക്കുറിച്ച്. എന്തിനായിരുന്നു പൂരം കലക്കിയത് എന്നത് അന്വേഷിക്കപ്പെടുമ്പോൾ മാത്രമാണ് ആരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഇപ്പോൾ ഇവിടെ ADGP അജിത് കുമാറും ഹൊസബോളയുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് അന്വേഷിക്കാൻ കൂടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണല്ലോ ഇന്ന് വന്നിരിക്കുന്നൊരു വാർത്ത. അത് യഥാർത്ഥത്തിൽ ഈ LDF യോഗത്തിൽ മുഖ്യമന്ത്രി കമ്മിറ്റ് ചെയ്തതാണ്. അങ്ങനെ ഒരു കാര്യം കൂടി അന്വേഷിച്ചേക്കാം എന്നുള്ളത്. ഇപ്പം നമ്മളിന്ന് വാർത്തയായി അത് വരുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് ഹൊസബോള അജിത് കുമാർ കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കിയ ജയകുമാറിന് നോട്ടീസ് നൽകി എന്നുള്ളതാണ്. നോക്കൂ, ആ നോട്ടീസ് നൽകി ജയകുമാറിനെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ അജിത് കുമാറിനെ വിളിച്ചു വരുത്തി ഇനി ഹൊസബോളയെ ആക്സസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹൊസബോളയും സംസാരിച്ചാലും എന്താണ് പുറത്തേക്ക് വരാൻ പോകുന്നത്? നമ്മൾ മൂന്നാളും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു, ചായയൊക്കെ കുടിച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ചാൽ ഏത് ഏജൻസിക്കാണ് നമ്മളോട് സംസാരിച്ചിട്ട് നിങ്ങൾ എന്താ സംസാരിച്ചെന്ന് ചോദിക്കാൻ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലേ? ഇപ്പോൾ ആദ്യം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് വളരെ കൃത്യമല്ലേ, ഇൻഫോർമൽ ആൻഡ് പേഴ്സണൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു വാക്കിൽ അതങ്ങ് അവസാനിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ അന്വേഷണത്തിൽ നിന്ന് ആ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുറത്തേക്ക് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്ന് മാത്രവുമല്ല, നമുക്കറിയുന്നത് പോലെ ജയകുമാറും അജിത് കുമാറും സഹപാഠികളല്ലേ, അവരൊരുമിച്ച് പഠിച്ചവരാണ്. അവർക്കൊരു ഇടയിലൊരു സൗഹൃദം നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജയകുമാർ അജിത് കുമാറിനെ കാണുന്നു, അജിത് കുമാർ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ജയകുമാറിൻ്റെ നേതാവിനെ കാണാൻ പോകുന്നു. തെറ്റൊന്നുമില്ല. നിങ്ങൾക്ക് സാങ്കേതികമായി ഇക്കാര്യത്തിലൊന്നും ഇടപെടാനോ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് നിങ്ങൾ സംസാരിച്ചത് മുഴുവൻ ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് മുമ്പിൽ ഛർദ്ദിക്കണമെന്ന് ആവശ്യപ്പെടാനോ ഒന്നും കഴിയില്ല. അതുകൊണ്ട് ഈ അന്വേഷണമൊക്കെ വൃഥാവിലായി പോകുന്ന കാര്യത്തിലൊരു സംശയമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാവോ? ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തിയ, അതായത് ഈ സർക്കാരിനൊരു രാഷ്ട്രീയ നയമുണ്ട്. ഈ സർക്കാരിനെ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ? ആ രാഷ്ട്രീയ പാർട്ടി ഒരു രാഷ്ട്രീയ നയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അധികാരത്തിൽ വരുന്നത്? ആ നയമല്ലേ അവർ നടപ്പാക്കുന്നത്? അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ നയത്തിന് വിരുദ്ധമായി ഒരു ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ, അയാൾ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ അയാളെ അവിടെ തുടരാൻ അനുവദിക്കാൻ കഴിയില്ലെന്നേ. അവിടെ അതിൻ്റെ പേരാണ് രാഷ്ട്രീയ സത്യസന്ധത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹൊസബോളയുമായി കൂടിക്കാഴ്ച നടത്തിയ ഒരു ഉദ്യോഗസ്ഥനെ ക്രമസമാധാന ചുമതലയിൽ എന്തുകൊണ്ട് ഈ സർക്കാർ വെക്കുന്നു എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടത് പ്രാഥമികമായ ഉത്തരവാദിത്വവും അവസാനത്തെ ഉത്തരവാദിത്വവും CPM-നാണ്. കാരണം ആ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളെല്ലാം അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. നമ്മൾ ഇന്നലെ വായിക്കുന്ന ജനയുഗത്തിൻ്റെ മുഖപ്രസംഗം പോലും എന്താണ്? പൊതുജനത്തിൻ്റെ സംശയം. പൊതുജനങ്ങൾക്കിടയിൽ ഈ പറയുന്ന സർക്കാരിനെ സംബന്ധിച്ചും സർക്കാരിൻ്റെ നയത്തെ സംബന്ധിച്ചും സംശയമുണ്ടായിരിക്കുന്നു. ആ സംശയം ദൂരീകരിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്ന് നിരന്തരം ജനയുഗം എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ? CPIയുടെ നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? RJDയും NCPയും പറയുന്നില്ലേ? മറ്റ് ചില പാർട്ടികൾ നിശബ്ദത വഹിക്കുന്നുണ്ടെങ്കിലും ഈ പ്രമുഖ പാർട്ടികൾ വളരെ ശക്തമായി ഈ കാര്യത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ CPM ഏകപക്ഷീയമായി ഒരു തീരുമാനമെടുക്കുകയാണെന്നേ. എന്നിട്ട് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, CPM-ന് പോലും ആശയക്കുഴപ്പമുണ്ടായിരുന്നല്ലോ ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കണമെന്ന്. അത് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ്റെ ഓരോ ഘട്ടത്തിലെയും പ്രസ്താവനകൾ പരിശോധിച്ചാൽ അറിയാമല്ലോ. ഓരോ ഘട്ടത്തിലും നിലപാട് മാറിയാണല്ലോ പോകുന്നത്. അവസാനം ഒറ്റ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞത് പാർട്ടി തിരിഞ്ഞോ എന്നായിരുന്നു നമ്മുടെ ചോദ്യം. ഞാനന്ന് മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയെ തിരിച്ചു എന്നാണ്. പിണറായി വിജയൻ ഒരു നിലപാടെടുത്തു, തൊട്ടു പിന്നാലെ CPM-ലെ എല്ലാ നേതാക്കളും ആ നിലപാടെടുത്തു. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, ഞാൻ ആദ്യം മുതൽ തന്നെ ഈ പൂരം കലക്കലിന് പിന്നിലൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണത്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഈ ദത്താത്രേയ ഹൊസബോളയുമായിട്ടുള്ള അജിത് കുമാറിൻ്റെ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച വിവരം കൂടി വന്നപ്പോൾ അക്കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അതൊക്കെ തെളിയിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. പൂരം കലങ്ങിയതിന് പിന്നിൽ ഇന്നിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന DGP പറഞ്ഞതായി പറയുന്ന മാധ്യമങ്ങളിലൂടെ വന്നിരിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണെന്നേ?
മനഃപൂർവ്വമായി അവിടെ അവസാന നിമിഷം ഈ പറയുന്ന SP-യും പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരും ചേർന്ന് അവിടെ ഉണ്ടാക്കിയിരുന്ന ക്രമീകരണങ്ങൾ അവസാന നിമിഷം അട്ടിമറിച്ചു. ആരാണത് ചെയ്തത്? അതിനുശേഷം ഈ പറയുന്ന ADGP അജിത് കുമാർ തൃശ്ശൂർ പോലീസ് ക്ലബ്ബിൽ ഇരിക്കുന്നു. ഒരു ഘട്ടത്തിലും ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല. അദ്ദേഹത്തെ വിളിക്കാൻ മന്ത്രിമാർ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു. എന്നിട്ട് 3:30 ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം മൂകാംബികയിലേക്ക് പോകുന്നു. അതൊക്കെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്, പോകാനൊക്കെ പറ്റും. പക്ഷേ ഈ പറയുന്ന കൂടിക്കാഴ്ചയും അതിനുശേഷം നടക്കുന്ന പൂരം കലക്കലും അതിൻ്റെ രാഷ്ട്രീയ ഗുണം ആർക്കാ ലഭിച്ചത്? ഈ പൂരം കലക്കലിൻ്റെ രാഷ്ട്രീയ ഗുണം ആർക്കാ ലഭിച്ചിട്ടുള്ളത്? ഒരു സംശയവും വേണ്ടല്ലോ. അത് അവിടെ പൂരത്തിന് വന്നിട്ടുള്ള ആ വിഭാഗങ്ങൾക്കെല്ലാം സംസ്ഥാന സർക്കാരിനെതിരായിട്ടൊരു വികാരം ഉണ്ടാവില്ലേ? പോലീസ് എപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു ഫോഴ്സ് അല്ലേ? ആ പോലീസ് എന്തെങ്കിലും ഒരു മോശപ്പെട്ട പ്രവൃത്തി ചെയ്താൽ ഈ പറയുന്ന വിലക്കയറ്റം ഉണ്ടാകുന്നത് പോലെയോ അല്ലെങ്കിൽ അവശ്യ സാധനങ്ങളുടെ ലഭ്യതയില്ലാതാകുന്നത് പോലെയോ ക്ഷേമ പെൻഷൻ കിട്ടാതെ പോകുന്നതിലോ ഉള്ള ഒരു വികാരമല്ല പോലീസ് ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ. പോലീസിനെതിരായ എപ്പോഴും ജനം. ആ പോലീസിനെതിരായിട്ടൊരു വികാരം ഉണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരമല്ലേ ഉണ്ടാവുക? സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണഭോക്താവാകുന്നത് പ്രത്യേകിച്ച് ഒരു ഹിന്ദു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ CPM-നെതിരെ ഹിന്ദു വിഭാഗങ്ങൾക്ക് എതിർപ്പുണ്ടല്ലോ. അവരുടെ വിശ്വസ്ത വോട്ട് ബാങ്കായ ഈഴവ വിഭാഗം പോലും ഷിഫ്റ്റ് ചെയ്യുന്നിട്ടൊരു കാര്യം ശബരിമലയല്ലേ. അപ്പോൾ അതിന് പിന്നാലെയാണ് ഈ പറയുന്ന വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ലംഘിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദമുണ്ടാകുന്നു. ആ വിവാദത്തിൻ്റെ ഗുണഭോക്താവിടെ ND ആണെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല, സുരേഷ് ഗോപിയാണെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ഓപ്പറേഷൻ എന്തുകൊണ്ട് സംഭവിച്ചു? അത് അന്വേഷിക്കുകയും കണ്ടുപിടിക്കപ്പെടുകയും വേണം. ഞാൻ വിചാരിക്കുന്നത് ഇന്നിപ്പോൾ CPM സ്വാഭാവികമായി പിന്തുണയെന്നോ അസ്വാഭാവികമായി പിന്തുണയെന്നോ എങ്ങനെ വിലയിരുത്തിയാലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടല്ലോ, CPM അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി. CPM ആ മുന്നണിയിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട്. കാരണം CPIയുടെ നിലപാടിൽ ആർക്കും സംശയമില്ല. അവരത് എല്ലാ ദിവസവും വ്യക്തത വരുത്തുന്നുണ്ട്. മറ്റ് ഘടകകക്ഷികളുടെ നിലപാടിലൊന്നും ആർക്കും സംശയമില്ല. അവരും നിരന്തരമായത് വ്യക്തത വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. CPM മാത്രമാണ് ഇപ്പോൾ അജിത് കുമാറിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ നിലപാടുമായി ബന്ധപ്പെട്ടാണ്. CPM ഇതിന് രാഷ്ട്രീയമായി മറുപടി പറയേണ്ടി വരും. ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് CPM പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അസ്വാഭാവിക പിന്തുണയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കും സംശയമില്ല. അതിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി രണ്ടാമത്തെ തവണയാണ് ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നത്. നേരത്തെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങൾ അൻവറിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് P ശശിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ADGP-യുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ മാത്രമേ തീരുമാനമാകൂ എന്ന് പറഞ്ഞ് അതേ കാര്യങ്ങൾ തന്നെ പിന്നീട് അടുത്ത ദിവസം വാർത്താക്കുറിപ്പായി സെക്രട്ടറി പുറത്തിറക്കുന്നു. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം പുറത്തു വരുന്ന കാര്യങ്ങളും അതുതന്നെയാണ്. അപ്പോൾ അവസാന വാക്ക് മുഖ്യമന്ത്രിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രി തീരുമാനിച്ചത് പ്രകാരം മാത്രമേ ഇനി പാർട്ടിയിൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. CPIയെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് ഒന്നുകൂടി കടുപ്പിക്കുന്നു എന്നുള്ളതാണ്. പതിവിന് വിരുദ്ധമായി ക്യാബിനറ്റ് യോഗത്തിൽ ഇന്ന് റവന്യൂ മന്ത്രി അതിശക്തമായി തന്നെ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. CPI അതിശക്തമായി ഈ കാര്യങ്ങൾ പുറത്തേക്ക് പറയുന്നു. അവർ പല തവണയായി ലേഖനങ്ങൾ എഴുതുന്നു, പരസ്യ പ്രസ്ഥാനങ്ങൾ. ഇവിടെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി, അപ്പുറത്ത് ജനറൽ സെക്രട്ടറി ഒക്കെ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനൊന്നും മറുപടി ലഭിച്ചില്ല. ഏറ്റവും ഒടുവിൽ ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെച്ച അന്വേഷണ റിപ്പോർട്ട് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ജനയോഗത്തിലെ മുഖപ്രസംഗം. ആ കാര്യങ്ങളിലേക്ക് അടക്കം എത്തി. അപ്പോഴും ADGP-യുടെ കാര്യത്തിൽ ആഭ്യന്തര സെക്രട്ടറി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും വരെ കാത്തിരിക്കാം, തിടുക്കം വേണ്ട നടപടിക്ക് എന്നുള്ളതാണ് വിലയിരുത്തൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ RSS-ഉമായുള്ള ഒരു കൂടിക്കാഴ്ചയുടെ കാര്യത്തിൽ, രാഷ്ട്രീയ കൂടിക്കാഴ്ചയുടെ കാര്യത്തിൽ DGP-യുടെയും ആഭ്യന്തര സെക്രട്ടറിയുടെയും റിപ്പോർട്ടിന് കാത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനാകുന്നില്ല. ആ കൂടിക്കാഴ്ച എന്നുള്ളത് ആരെ സഹായിക്കാനാണ് എന്നുള്ള ചോദ്യം വരുമ്പോൾ സാധാരണഗതിയിൽ CPM-ഉം അക്കാര്യത്തിൽ ഒരു അങ്കലാപ്പ് കാണിക്കേണ്ടതാണ്. സ്വാഭാവികമായി ആ ഒരു അങ്കലാപ്പ് ഉണ്ടാവേണ്ടതാണ്. കാരണം അവിടെ ഇടത് സ്ഥാനാർത്ഥി തോൽക്കപ്പെടുന്നു. അവിടെ RSS-ന് വേണ്ടി ഇടത് സർക്കാരിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന സംശയം വരികയും അതിനെതിരെ ശക്തമായ പ്രതികരണവും വരേണ്ടത് യഥാർത്ഥത്തിൽ CPM-ൽ നിന്നാണ്. അതിശക്തമായ പ്രതികരണം വരേണ്ടത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്നാണ്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത് എന്നിടത്താണ് ഇവിടെ ഒരു ഐക്യപ്പെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം വരുന്നത്. ഇത് പൂരം കലക്കിയത് തന്നെയാണ്, അതിലൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് ഊന്നി CPI പറയുന്നു. അപ്പുറത്ത് ഞങ്ങളുടെ പരാജയം രാഷ്ട്രീയ കാരണങ്ങളായി, ഞങ്ങളുടെ കോൺഗ്രസിനകത്തെ പ്രശ്നം കൊണ്ടാണ് കെ മുരളീധരൻ പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഇടത് സ്ഥാനാർത്ഥി തോറ്റത് എങ്ങനെയാണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറയുകയും ADGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവാണല്ലോ ഈ RSS ADGP കൂടിക്കാഴ്ച ആദ്യം ശക്തമായി ഉന്നയിച്ച മറ്റു കാര്യങ്ങൾ വരുമ്പോഴും അതിലേക്ക് ഊന്നിയത്. അപ്പോൾ അന്ന് അത് പറയുമ്പോൾ ഒരു കൂടിക്കാഴ്ചയിൽ എന്താണ് കുഴപ്പം,
രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംഘടനയല്ലേ എന്ന് ചോദിച്ച സ്പീക്കറാണ്. അതിനുശേഷം ഇപ്പോൾ 21ാമത്തെ ദിവസം ഒരു അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വരുന്നു. പക്ഷേ അപ്പോഴും രാഷ്ട്രീയ വിഷയത്തിൽ എങ്ങനെയാണ് ഒരു പോലീസ് അന്വേഷണത്തിൽ റിപ്പോർട്ട് നൽകുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിൽക്കുന്നു. നിയമപരമായി അതിൽ തെറ്റില്ല. ഇപ്പോൾ ഒരു തീരുമാനം കൂടി വന്നിരിക്കുന്നു, സർക്കാർ ജീവനക്കാർക്ക് RSSന്റെ ഭാഗമായി പ്രവർത്തിക്കാമെന്നുള്ളത്. അങ്ങനെ വരെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ RSS ADGP കൂടിക്കാഴ്ചയിൽ ഒരു അസ്വാഭാവികതയും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്താൻ പോകുന്നില്ല. രാഷ്ട്രീയ ഗൂഢാലോചന ആരന്വേഷിക്കണം? CPM ആഭ്യന്തരമായി അന്വേഷിക്കണം. അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് CPM പോകുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു പ്രതികരണം CPMന്റെ ഭാഗത്ത് വന്നിട്ടില്ല. ഇതിൻ്റെ അന്നത്തെ ദിവസം എന്തൊക്കെ നടന്നു, പൂര ദിവസം എന്തൊക്കെ നടന്നു എന്നതിൻ്റെ വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണല്ലോ. ADGP അവിടെ തലേ ദിവസം രാത്രി മുഴുവൻ അവിടെ ഉണ്ടാവുകയും എങ്ങനെ വേണം, അതായത് നേരത്തെ തന്നെ അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ചൊരു ചർച്ച നടന്നിരുന്നു. അത് അട്ടിമറിച്ചുകൊണ്ട് വേറെ രൂപത്തിലേക്ക് തീരുമാനം പോകുന്നത് ADGPയുടെ നിയന്ത്രണത്തിലുള്ള യോഗത്തിലായിരുന്നു എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വരുന്നു. ഇത് കമ്മീഷണർക്ക് മാത്രം എതിരെയുള്ള റിപ്പോർട്ടായി ADGP റിപ്പോർട്ട് നൽകുമ്പോൾ അതിൻ്റെ ആമുഖക്കുറിപ്പായി DGP അന്വേഷണ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ADGPക്ക് വീഴ്ച പറ്റിയെന്നുള്ളത് തന്നെയാണ്. അതിലപ്പുറത്തേക്ക് അന്വേഷണം കടക്കുമോ? എങ്ങനെയൊക്കെയാണ് വീഴ്ച പറ്റിയിരിക്കുന്നത്? വീഴ്ചയാണോ അതോ ബോധപൂർവമായ ഗൂഢാലോചനയാണോ? അതാരന്വേഷിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ADGP അവിടെ ഉണ്ടായിരുന്നു. അവിടെ VS സുനിൽകുമാറും K മുരളീധരനും എത്തുന്നതിന് മുമ്പ് VIP-കളുടെ വാഹനങ്ങൾക്ക് പോലും നിയന്ത്രണം ഉണ്ടാകുന്ന വഴിയിലൂടെ ആംബുലൻസിൽ അവിടെ എത്തുകയാണ് സുരേഷ് ഗോപി. എങ്ങനെയാ? ആരുടെ ആംബുലൻസിലാണ്? വരാഹി അനലിറ്റിക്സ് ഇലക്ഷൻ സ്ട്രാറ്റജി നടത്തുന്ന ആംബുലൻസ് ആണ് ഉണ്ടായിരുന്നത്. അതെ, അതിന്റെ ആളാണ്. കനഗോലിനെ പോലെ പ്രവർത്തിക്കുന്ന അഭിജിത്ത് നായർ. ഈ സ്ഥാപനം, ഈ വരാഹി അനലിറ്റിക്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ജയകുമാറാണ്. ജയകുമാറുമായിട്ട് പൂരത്തിൻ്റെ തലേ ദിവസങ്ങളിലും ഒരു 3-4 തവണയെങ്കിലും ADGP കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് തൃശ്ശൂരിൽ. അപ്പോൾ അതെന്തിനായിരുന്നു? ഒരു സുഹൃത്തായിരിക്കാം. പക്ഷേ ഈ സുഹൃത്ത് അസ്വാഭാവികമായി തൃശ്ശൂരിൽ നിൽക്കുന്നു. അവിടെ വെച്ച് ആ കൂടിക്കാഴ്ച നടക്കുന്നു. ഈ ആംബുലൻസ് അവിടെ നേരത്തെ തന്നെ സുരേഷ് ഗോപിയുടെ വീടിൻ്റെ പടിക്കൽ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു. രാത്രി 2 മണിക്ക് ഉറങ്ങാതെ അദ്ദേഹം ആ ആംബുലൻസ് വരുന്ന കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇവരൊക്കെ എത്തുന്നതിന് മുമ്പ് സുരേഷ് ഗോപി അവിടെ എത്തുകയും പ്രശ്നപരിഹാരകനായി അവിടെ നിൽക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ഇതിനൊരു നാൾ വഴിയുണ്ട്. അമിത്ഷാ തൃശ്ശൂരിൽ എത്തുന്നത് മുതൽ അതിനൊരു നാൾ വഴിയുണ്ട്. അനൗദ്യോഗികമായി അവിടുത്തെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയെ തിരഞ്ഞെടുക്കുന്നത് മുതലുള്ളൊരു തീരുമാനമുണ്ട്. സുരേഷ് ഗോപി അവിടേക്ക് പൂർണ്ണമായും കേന്ദ്രീകരിക്കുന്നു. അവിടെ കരുവന്നൂർ ഏറ്റെടുത്തുകൊണ്ടുള്ള കാൽനട ജാഥ നടത്തുന്നു. അങ്ങനെ ഓരോരോ വിഷയങ്ങളിലും അവർക്ക് വളരെ കൃത്യമായി, അത് RSSന്റെ ഒരു തീരുമാനമാണ്, ഒരു സ്ട്രാറ്റജി. അത് വളരെ ഘട്ടം ഘട്ടമായി നടപ്പാക്കാൻ അവർക്ക് കൃത്യമായ രീതികളുണ്ട്. ആ രീതികളിലൂടെ തന്നെയാണ് അത് നടപ്പാക്കിയിരിക്കുന്നത്. അത് നടപ്പാക്കാൻ ആരുടെയൊക്കെ സഹായമുണ്ടായി, അത് നടപ്പാക്കാൻ ഇവിടെ കണ്ണടക്കിയായിരുന്നു. ഇപ്പോൾ ADGPയുമായി ബന്ധപ്പെട്ട് ആ രൂപത്തിലുള്ള രാഷ്ട്രീയ അന്വേഷണം ഇല്ല എന്ന് പറയുമ്പോൾ അത് നടപ്പാക്കാൻ അനുവദിക്കുകയായിരുന്നു. അങ്ങനെ അനുവദിക്കുകയായിരുന്നെങ്കിൽ പകരം എന്ത് കിട്ടി എന്ന ചോദ്യമാണ് ഇവിടെ ആവർത്തിച്ച് ഉന്നയിക്കപ്പെടുന്ന. പകരം എന്തോ കിട്ടിയിട്ടുണ്ട്, അത് കണ്ടെത്തുക തന്നെ വേണം. അത് ആര് കണ്ടെത്തും? ഇവിടുത്തെ മാധ്യമങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്, അതല്ലെങ്കിൽ പ്രതിപക്ഷം കണ്ടെത്തേണ്ടതുണ്ട്. കാരണം CPMന് അതേക്കുറിച്ച് പരാതിയില്ല. മുഖ്യമന്ത്രി എന്താണോ പറയുന്നത് അതാണ് ഇനി CPMന്റെ നിലപാട് എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞു. അതല്ലാതെ DGP നൽകുന്ന, ആഭ്യന്തര സെക്രട്ടറി നൽകുന്ന റിപ്പോർട്ട് ADGPയുമായി ബന്ധപ്പെട്ട് ഇതിപ്പോൾ സസ്പെൻഷൻ ഓർഡർ എന്നുള്ളത് ഈ പറയുന്ന പോലെ, മുഖ്യമന്ത്രി പറയുന്ന പോലെ നടപടിക്രമം എന്ന വാദത്തിൽ വേണമെങ്കിൽ ഉന്നയിക്കാം. പക്ഷേ സസ്പെൻഷനല്ല, ക്രമസമാധാന ചുമതലയിൽ എങ്ങനെ ആ ഉദ്യോഗസ്ഥൻ തുടരുന്നു? ഇത്രയും വിവാദമുണ്ടായ ശേഷം പ്രതിപക്ഷത്തിനെ വിടൂ, ഭരണ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കക്ഷി ആവർത്തിച്ച് ഞങ്ങളെ തോൽപ്പിച്ചതാണ്, അവിടെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിന്മേലൊരു പരിശോധന ആ രൂപത്തിൽ രാഷ്ട്രീയമായി വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ CPMന് ഈ ചോദ്യം ഇപ്പോൾ മാത്രമല്ല, ചോദ്യം കാലങ്ങളോളം നേരിടേണ്ടി വരുമെന്നുള്ളതാണ്. അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ ഇതാണ് പ്രധാനപ്പെട്ട വിഷയമെന്ന് പ്രതിപക്ഷം പറഞ്ഞു കഴിഞ്ഞു. ഉറപ്പായിട്ടും ഇതിന് വലിയ വില നൽകേണ്ടി വരും. അത് രാഷ്ട്രീയമായിട്ട് വലിയ തിരിച്ചടി CPMന് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. ജിയാം, അസ്വാഭാവിക പിന്തുണയാണോ? അസ്വാഭാവികം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇതൊരു സ്വാഭാവിക തുടർച്ച മാത്രമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞതോടെ എന്താണ് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും നിലപാട് എന്നുള്ളത് ഇക്കഴിഞ്ഞ 21-ാം തീയതി വ്യക്തമായതാണ്. ഇക്കഴിഞ്ഞ 4 ദിവസങ്ങളിൽ പിന്നീട് നേരത്തെ ഉയർന്നിരുന്ന ശബ്ദങ്ങളൊക്കെ പതിയെ കെട്ടടങ്ങുന്നത്, PV അൻവറിൻ്റേതടക്കം അത് താണു തുടങ്ങുന്നത്, PV അൻവറിൻ്റെ ആ ഒരു ഗാഠമായ ശബ്ദമൊക്കെ ഇടവേളകൾ എടുക്കുന്നു, വെളിപ്പെടുത്തലുകളുടെ മൂർച്ച കുറയുന്നു. അങ്ങനെ പതിയെ ഒരു പിന്മാറ്റം PV അൻവർ MLA പോലും നടത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും പിൻവാങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനിയും ഒരു അംഗത്തിന് PV അൻവറിന് ബാല്യമുണ്ട്. പ്രതിപക്ഷവും അതാണ് ആഗ്രഹിക്കുന്നത്. PV അൻവറിനെ ആയുധമാക്കിക്കൊണ്ട് പ്രതിപക്ഷം അത് മുതലെടുക്കുന്നുമുണ്ട് നല്ല രീതിയിൽ. ഇവിടെ ഇന്ന് MV ഗോവിന്ദൻ്റെ വാക്കുകൾ കൂടി വന്നതോടുകൂടി ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുകയല്ലേ, ശശിയാണ് ശരി.
പി ശശി എന്താണോ പറയുന്നത് അല്ലെങ്കിൽ പി ശശി എന്താണോ ചെയ്തു വന്നത് അതാണ് ശരി. പി ശശിക്കെതിരെ PV അൻവർ MLA ഉയർത്തിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും പാർട്ടി മുഖവിലേക്കെടുക്കുന്നില്ല എന്നത് വ്യക്തമാവുകയാണ്. രണ്ടാമത്തേത് ADGP MR അജിത് കുമാർ. ADGP MR അജിത് കുമാറിന് ഇത്രയും ഒരു ഗ്രിപ്പും ഹോൾഡും വരുന്നത് പി ശശിയുമായിട്ടുള്ള ആ ഒരു അടുപ്പത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. പി ശശിയുമായും മുഖ്യമന്ത്രിയുമായും നേരിട്ടുള്ള ഒരു ആക്സസിലേക്ക് പോയതിനു ശേഷമാണ് ഇക്കഴിഞ്ഞ ഒരു 3-4 വർഷ കാലയളവിലാണ് ADGP MR അജിത് കുമാർ ഒരു സൂപ്പർ DGP ആയി മാറുന്നത് നമ്മൾ കണ്ടത്. ഇവിടെ ഇപ്പോൾ പ്രധാനമന്ത്രി മുണ്ടക്കൈ ചൂരൽമല ദുരന്തവേളയിൽ സന്ദർശിക്കാൻ വന്നപ്പോഴും ചീഫ് സെക്രട്ടറിക്ക് പകരം അത് വിശദീകരിക്കുന്നത് MR അജിത് കുമാർ എന്ന ADGP ആണ്. അത് അദ്ദേഹത്തിന് ജിയോളജിയിലുള്ള അറിവ് കൂടി മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ചീഫ് സെക്രട്ടറി ഏൽപ്പിച്ചതാണെന്ന് കേൾക്കുന്നു. എന്നാൽ പോലും പ്രധാനമന്ത്രി വരുമ്പോൾ അത്രയും സജീവമായ ഒരു ശ്രദ്ധ കിട്ടുന്ന ഒരു ദൃശ്യത്തിൽ പോലും അവിടെ വലിയ രീതിയിൽ ഉൾക്കൊള്ളുന്നത് ADGP MR അജിത് കുമാറിനെയാണ്. അപ്പോൾ ഇതൊരു സ്വാഭാവികമായ തുടർച്ച മാത്രമാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. ഇന്നത്തെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രത്യേകിച്ച് കാര്യമായൊന്നും സംഭവിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രിയുടെ നിലപാട് എന്താണോ അത് അതേപടി ഏറ്റെടുക്കുക അല്ലെങ്കിൽ ഏറ്റുപാടുക, അതിലേക്ക് MV ഗോവിന്ദന് എത്തേണ്ടി വന്നിരിക്കുകയാണ്. ആദ്യഘട്ടത്തിലൊക്കെ MV ഗോവിന്ദൻ ഈ വിഷയത്തിലെടുത്തിരുന്ന നിലപാട് എന്താണ്? പരാതി എഴുതി തരട്ടെ PV അൻവർ എന്നിവരെ പറഞ്ഞ MV ഗോവിന്ദനാണ് ഇന്നിങ്ങനെ പത്തിമടക്കുന്ന ഒരു MV ഗോവിന്ദനായി മാറുന്നത് എന്നുള്ളതാണ് ഇന്ന് കേരളം കണ്ടത്. ADGP എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിന് ഉത്തരവാദിത്തം ഏൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യഘട്ടത്തിൽ പ്രതിരോധത്തിന്റെ ബാറ്റെടുത്ത MV ഗോവിന്ദൻ പിന്നീട് തരാതരം പോലെ നിലപാട് മാറുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു നിലപാടൊന്നും എടുക്കുന്നില്ല. ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് പറയാനാണെങ്കിൽ അങ്ങനെയല്ല, എല്ലാം ജനങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്ന കാര്യം. സെക്രട്ടേറിയറ്റ് യോഗം മുഖ്യമന്ത്രിയുടെ നിലപാട് അതേപടി സ്വീകരിക്കുന്നു. CPIM-ലെ എല്ലാവരും അണികളും അതോടൊപ്പം തന്നെ അനുഭാവികളും അടക്കം ആ രീതിയിലേക്ക് സമൂഹ മാധ്യമങ്ങളിലടക്കം എഴുത്തുമാറ്റുന്നു. അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ ഒരു ചോദ്യം പ്രസക്തമല്ലേ? PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ഇവിടെ പോയി? ആരോപണങ്ങളിന്മേലല്ലേ അന്വേഷണം പ്രഖ്യാപിച്ചത്? അപ്പോൾ ആ ആരോപണങ്ങളിന്മേൽ സർക്കാർ പ്രഖ്യാപിച്ച ഒരു അന്വേഷണം നടക്കുമ്പോൾ അതേ പാർട്ടിയുടെ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്ന PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ തള്ളുന്ന രീതിയിൽ ഒരു സമീപനം ഇന്നെടുത്തത് ശരിയായോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. രണ്ടും രണ്ട് രീതിയിലാണ് നിൽക്കുന്നത്. ആ കാര്യത്തിൽ ഒരു ചർച്ചക്കുറവ് വന്നു, എന്തോ പറഞ്ഞപ്പോൾ പറ്റിപ്പോയതായിരിക്കാം. ഇവിടെ കഴമ്പില്ല എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് പാർട്ടിക്കും സർക്കാരിനും പരാതി നൽകിയിട്ട് വീണ്ടും പരസ്യ പ്രസ്താവന നടത്തിയ PV അൻവർ തിരുത്തണം എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത്. പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അത് പറയാം. പക്ഷേ PV അൻവർ പാർട്ടിയുടെ അംഗമല്ല, പാർലമെന്ററി പാർട്ടിയുടെ അംഗമാണ്. അതായത് ഇടത് MLA മാത്രമാണ്. അപ്പോൾ പാർട്ടിക്ക് തിരുത്തേണ്ട രീതിയിൽ PV അൻവർ നിൽക്കണം എന്നുള്ള വ്യവസ്ഥയൊന്നുമില്ല. മുന്നണിക്കകത്തെ ഒരു MLA ആയതുകൊണ്ട് പാർട്ടിയുടെ പാർലമെന്ററി ഇടത് അനുഭാവി കൂടിയായ PV അൻവറിന് അത് സ്വയം നിർണയാധികാരമുള്ള ഒരു വിഷയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പാർട്ടി അംഗമല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു ഘടകത്തിൽ നിന്ന് അദ്ദേഹത്തെ തരം താഴ്ത്താനോ ഒന്നും പറ്റില്ല. MLA അടുത്ത തവണ മത്സരിപ്പിക്കേണ്ട എന്ന് വേണമെങ്കിൽ പാർട്ടിക്ക് തീരുമാനിക്കാം. PV അൻവർ അത് ആഗ്രഹിക്കുന്നില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മറുഭാഗത്ത് നിന്ന് PV അൻവറിന് കിട്ടുന്ന പിന്തുണയെ നമ്മൾ കുറച്ച് കാണേണ്ടതില്ല. പ്രതിപക്ഷം PV അൻവറിനെ എൻഡോഴ്സ് ചെയ്യുന്നുണ്ട്, അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്, അതുമായി മുന്നോട്ട് പോകുന്നുമുണ്ട്. PV അൻവർ ഈ വിഷയത്തിൽ ഇനി എന്ത് ചെയ്യും എന്നത് മാത്രമാണ്. പാർട്ടി കൂടി ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെ സമ്മതിച്ചു കൊടുത്തതോടുകൂടി ഇനി അൻവർ എന്ത് ചെയ്യുന്നു എന്നതിൽ മാത്രമേ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ അതിൽ മാത്രമേ ഇനി എന്തെങ്കിലും ചർച്ച ചെയ്യേണ്ടതായ വസ്തുത തന്നെയുള്ളൂ. ബാക്കി എല്ലാവരും ഒന്നിച്ചാണ്, അതെല്ലാം ഒറ്റ ടീമായി കഴിഞ്ഞു ഉണ്ണിസാർ. ഇനിയിപ്പോൾ പാർട്ടി തിരുത്തും, പൂരം കലക്കൽ, ADGP RSS കൂടിക്കാഴ്ച എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിസാർ ഇവിടെ ഇരുന്ന് രോഷം കൊള്ളുന്ന അത്ര പോലും പാർട്ടിക്കുള്ളിൽ രോഷം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം. പൂരം കലക്കലിലേക്ക് വന്നു കഴിഞ്ഞാൽ, പൂരം കലക്കൽ എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് ഫെയിലിയർ എന്ന ഒരു അന്വേഷണ റിപ്പോർട്ടിലേക്ക്, അല്ലെങ്കിൽ എല്ലാവർക്കും അതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്, അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഒരു മാതൃകാ പൂരം നടത്തിപ്പിലേക്ക് നമ്മൾ എത്തണം എന്നുള്ള ഒരു ശുപാർശയിലേക്ക് എത്തുന്നതല്ലാതെ കാര്യമായിട്ട് എന്തെങ്കിലും അതിൽ സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. തുടരന്വേഷണം വേണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉയർന്നു എന്നൊക്കെ കേൾക്കുന്നു. തുടരന്വേഷണം വന്നാലും എന്താണ് സംഭവിക്കാൻ പോവുക? അടുത്ത പൂരം നന്നായി നടത്തുന്നതിലേക്ക് നമ്മൾ എത്തണം എന്ന രീതിയിലുള്ള ഒരു മാതൃകാ ചട്ടം രൂപീകരിക്കൽ മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. അല്ലാതെ അവിടെ പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. ഇനി പൂര ദിവസം ADGP-യെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ADGP-യെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ DGP-യെ വിളിക്കണം. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരില്ലേ, അവിടെ ചുമതലയുള്ള മറ്റ് ഉദ്യോഗസ്ഥരെല്ലാവരും ഉണ്ടല്ലോ, അവരെ ആരെയും വിളിച്ചിട്ട് കിട്ടിയില്ല. ADGP-യെ മാത്രം വിളിച്ചു, ADGP മാത്രം കിട്ടിയില്ല എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. അവിടെ ഒരു കളക്റ്റീവ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. അത് എൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനാണ്, ആഭ്യന്തര വകുപ്പിനാണ്. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ആരാണ്? മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് അടക്കം അപ്പോൾ വീഴ്ചയുണ്ടായിട്ടുണ്ട്. പൂരം കലക്കിയതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംഗിൾ പോയിന്റ് പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. കാരണം മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പിന്റെ നാഥൻ, അല്ലാതെ ADGP അല്ല. അഥവാ ആഭ്യന്തര വകുപ്പ് ഭരിക്കാൻ ADGP-യെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. അതാണ് ആ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. ഇവിടെ നമുക്ക് പൂരത്തിന്റെ ആദ്യ സംഘാടക സമിതി യോഗം മുതൽ തന്നെ കാണുന്ന ഒരു വിഷയമുണ്ട്, അല്ലെങ്കിൽ പ്രകടമായിട്ടുള്ള എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് തിരുവമ്പാടി ദേവസ്വവും പോലീസും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയാണ്. പല
കാര്യങ്ങളിലും തർക്കമായിരുന്നു. അതായത് ദേവസ്വങ്ങൾ പറയുന്ന കാര്യങ്ങളോട് അനുകൂലിച്ച് നിൽക്കാത്ത, അല്ലെങ്കിൽ പലതിനും മുടക്കം പറയുന്ന, തടസ്സം പറയുന്ന പല മാറ്റങ്ങളും പരിഷ്കാരങ്ങളും ഈ നടത്തിപ്പുമായി ചേർന്ന് പോകാത്ത തരത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് പോലീസാണ്. അത് വ്യക്തമാണ്. അത് ADGP നിർദ്ദേശിച്ചിട്ടാണോ എന്നുള്ളത് അന്വേഷണത്തിൽ തെളിയേണ്ടതാണ്. എന്തായാലും അവിടെ പോലീസുമായി അങ്ങനെയുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആദ്യഘട്ടം മുതൽ തന്നെ പ്രകടമായ കാര്യമാണ്. അത് ഈ അന്വേഷണ റിപ്പോർട്ടിലും പരാമർശിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പേരെടുത്തതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അവർ മുന്നോട്ട് പോകും, അതിൽ തങ്ങളുടെ എതിർസ്വരം ഉണ്ടാകും എന്നുള്ള സൂചനകൾ അവരിന്ന് തന്നെ നൽകുന്നുണ്ട്. അപ്പോൾ ആ വിഷയം ആ രീതിയിൽ ഇനിയും മുന്നോട്ട് പോകുന്നത് നമുക്ക് വരും ദിവസങ്ങളിലും ചർച്ച ചെയ്യാം. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ADGP RSS കൂടിക്കാഴ്ചയാണ്. എന്തിനാണ് ADGP RSS നേതാക്കളെ പോയി കണ്ടത് എന്നതിൽ ഇപ്പോൾ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത് 3 ആഴ്ചയ്ക്ക് ശേഷമാണ്. DGPയുടെ നേതൃത്വത്തിലുള്ള ടീമിനെ അന്വേഷണം ഏൽപ്പിച്ച് 3 ആഴ്ചയാകുമ്പോഴാണ്, അതായത് അവരുടെ അന്വേഷണം ഏറെക്കുറെ പൂർത്തിയാകാൻ നിൽക്കുന്ന വേളയിൽ, ഒരാഴ്ച മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഈ DGPയുടെ അന്വേഷണ റിപ്പോർട്ട് വരാൻ. ഒക്ടോബർ 3-ാം തീയതി ആകുമ്പോഴേക്കും റിപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ അതിന് തൊട്ട് മുൻപായി ഒരാഴ്ച മാത്രം നിൽക്കുമ്പോൾ ഈ ഒരു അന്വേഷണത്തിന് കൂടി ഉത്തരവിടുന്നു. നേരത്തെ തന്നെ നോട്ടീസ് നൽകുന്ന കാര്യമടക്കം സംഭവിച്ചു എന്ന് പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അറിഞ്ഞത് മാത്രമായിരിക്കും, 2 ദിവസത്തിന് മുൻപേ അത് പറഞ്ഞിട്ടുണ്ട്. ഈ അന്വേഷണത്തിലൂടെ എന്താണ് കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. ഇതിൽ RSSുമായി നടത്തിയ, RSSന്റെ ജനറൽ സെക്രട്ടറിയുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ചയ്ക്കായി കാറിൽ കൂട്ടിക്കൊണ്ടുപോയ അദ്ദേഹത്തിന്റെ സുഹൃത്ത് അല്ലെങ്കിൽ സഹപാഠിയായ മുതിർന്ന പ്രചാരകൻ ജയകുമാർ. ജയകുമാർ എന്ന് പറയുന്ന ഈ RSSന്റെ പ്രചാരകന് നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി എന്താണ് ചോദിക്കാൻ പോകുന്നത്? അതിൽ എന്ത് ക്രിമിനൽ കുറ്റമാണ് ജയകുമാർ എന്ന RSSന്റെ പ്രചാരക ചെയ്തത്? ആ ചോദ്യം അവിടെ പ്രസക്തമല്ല. ഇപ്പോൾ നോട്ടീസ് അയച്ചു എന്നുള്ള വാർത്ത പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ നോട്ടീസ് അയക്കുന്നതിനായി എന്ത് കേസാണ് നിലവിലുള്ളത്, അല്ലെങ്കിൽ എന്ത് ക്രിമിനൽ കുറ്റമാണ് ചെയ്തത്, അല്ലെങ്കിൽ ഏത് കുറ്റത്തിനാണ് കൂട്ടുനിന്നത്? RSSന്റെ ജനറൽ സെക്രട്ടറിയെ പോയി കാണുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണോ? അതിനായി കാറിൽ കൊണ്ടുപോകുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണോ? എന്താണ് ഇവിടെ അന്വേഷിക്കുന്നത്? അതുകൂടി വ്യക്തമാക്കണം. ഇക്കാര്യം കൂടി അന്വേഷണ പരിധിയിൽ വരും എന്ന് പറയുമ്പോൾ എന്താണ് അതിലെ കുറ്റം, അല്ലെങ്കിൽ എന്താണ് അതിലെ ക്രിമിനൽ നടപടിക്രമങ്ങൾ അനുസരിച്ചുകൊണ്ട് നോട്ടീസ് നൽകി വിളിപ്പിക്കാനും മാത്രം അവിടെ സംഭവിച്ചത് എന്താണ് എന്നതുകൂടി വ്യക്തമാകണം. അല്ലാതെ ഇങ്ങനൊരു നോട്ടീസ് വന്നു കഴിഞ്ഞാൽ ഉടൻ, അല്ലെങ്കിൽ ഇങ്ങനൊരു നോട്ടീസ് അയക്കുന്നതിന് ആവശ്യമായ കാരണങ്ങൾ വ്യക്തമാക്കാതെ അവരൊക്കെ പോയി അത് കാണുകയോ അല്ലെങ്കിൽ കാര്യങ്ങൾ വിവരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നൊക്കെ നമ്മൾ ധരിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല, ഉണ്ണിസാർ പറഞ്ഞതുപോലെ, നമ്മളെ ഉദാഹരണമാക്കിയതുപോലെ തന്നെ നമുക്ക് ആക്ച്വൽ വ്യക്തികളിലേക്ക് തന്നെ പോകാം. ADGP MR അജിത് കുമാറും RSSന്റെ സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബളയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ അവർ രണ്ടുപേർ തമ്മിലുള്ള 1-to-1 ഇന്ററാക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആ 2 വ്യക്തികൾ പറയാതെ എങ്ങനെയാണ് അറിയുക എന്താണ് ചർച്ച ചെയ്തത് എന്നുള്ളത്? അല്ലെങ്കിൽ അവർ തമ്മിൽ ചർച്ച ചെയ്ത കാര്യത്തെപ്പറ്റി ADGP MR അജിത് കുമാറോ RSSന്റെ സർക്കാര്യവാഹോ മറ്റൊരാളോട് പറയണം. അല്ലെങ്കിൽ അവരുടെ ADGP MR അജിത് കുമാർ ബിലോങ് ചെയ്യുന്നത് ആഭ്യന്തര വകുപ്പിനെയാണ്, പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയാണ്. അതിൽ ആരോടെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവണം. അല്ല എങ്കിൽ ഇവർക്ക് ഈ കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയ, കാറിൽ അവിടേക്ക് കൊണ്ടുപോയ RSSന്റെ മുതിർന്ന പ്രചാരകായ ജയകുമാർ പറയണം. അത് ചോദിച്ചറിയാനായിരിക്കാം ഈ നോട്ടീസ് നൽകിയത് എന്നതാണ് നമുക്ക് ന്യായമായും സംശയിക്കാവുന്ന കാര്യം. അത് അദ്ദേഹം പറയാൻ പോകുന്നുണ്ടോ? ഇവർ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിഷയം സംബന്ധിച്ച് പറയാൻ പോകുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചിന്തിച്ച് CPI ഒക്കെ ശരിക്കും ഇപ്പോൾ പറ്റിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. CPI, അതുപോലെ തന്നെ RJD, NCP, ഒപ്പം പ്രതിപക്ഷം എല്ലാവരും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് ഈ കൂടിക്കാഴ്ച എന്തിനായിരുന്നു? മുഖ്യമന്ത്രി അതിന് മറുപടി പറയണം, CPIM അതിന് മറുപടി പറയണം. എന്ത് മറുപടി പറയാനാണ്? ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നു എന്നുള്ളത് കഴിഞ്ഞ വർഷം തന്നെ അറിഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ എന്ത് മറുപടി പറയാനാണ്? ഇതിൽ ഒറ്റ കാര്യം ചെയ്താൽ പോരെ? ഇവിടെ CPIയുടെ മുഖപത്രം ജനയുഗത്തിലെ മുഖപ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ആദ്യമായിട്ടൊന്നും അല്ലല്ലോ, തുടരെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനയുഗം തുടരെ വിമർശിക്കുന്നു. മുന്നണി യോഗത്തിൽ അതൃപ്തി CPI പ്രകടിപ്പിക്കുന്നു. RJDയും NCPയും പുറത്തും അകത്തും എല്ലാം പറയുന്നു. അങ്ങനെയെല്ലാം സംഭവിക്കുമ്പോൾ ഇവിടെ ഈ RSS ജനറൽ സെക്രട്ടറിയോട് കേരളത്തിന് ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP പോയി കൂടിക്കാഴ്ച നടത്തി എന്താണ് പറഞ്ഞത് എന്നുള്ളത് ചോദിക്കാൻ ബാധ്യതയുള്ള ഒരാളുണ്ടല്ലോ ഇവിടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആഭ്യന്തര വകുപ്പിന്റെ ചുമതലക്കാരൻ, അത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ ADGP MR അജിത് കുമാറിനെ നേരിട്ട് വിളിച്ചിട്ട് ചോദിക്കാൻ കഴിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. ആ ഉത്തരം അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നതല്ല എങ്കിൽ ഇങ്ങനെയുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ശരികേട് അതിലുണ്ട്. സർക്കാർ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ നയവുമായി ചേർന്ന് പോകുന്നതല്ല നിങ്ങൾ നടത്തിയ കൂടിക്കാഴ്ച എന്നുള്ളത് MR അജിത് കുമാറിനോട് പറയാൻ കഴിവില്ലാത്ത ഒരു മുഖ്യമന്ത്രിയൊന്നും അല്ലല്ലോ പിണറായി വിജയൻ. എന്തുകൊണ്ട് അദ്ദേഹം അത് പറയുന്നില്ല എന്നതിൻ്റെ ഉത്തരം ഈ കൂടിക്കാഴ്ചയെപ്പറ്റി ഉള്ള ചോദ്യത്തിന് അത് പേഴ്സണലായിട്ടുള്ള ഒരു വിസിറ്റാണ്, ഞാൻ പോയതാണ് എന്ന ഉത്തരം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ സിമ്പിൾ ആൻസർ. ഇനി ഉണ്ണിസാർ പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പൂരം കലക്കലിൻ്റെ രാഷ്ട്രീയ ഗുണത്തെക്കുറിച്ചാണ്. പൂരം കലക്കിയതുകൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപി ജയിച്ചത്, അല്ലെങ്കിൽ പൂരം കലക്കി ജയിക്കാൻ നിൽക്കുകയായിരുന്നു സുരേഷ് ഗോപി എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതൊക്കെ മണ്ടത്തരമാണ്. കാരണം തൃശ്ശൂരിൽ വോട്ട് ഉയർത്തുന്നതിനായി ഈ കരുവന്നൂർ വിഷയമടക്കം, കരുവന്നൂരിലെ പദയാത്രയടക്കം എപ്പോഴാണ് നടത്തിയത്?
മാസങ്ങൾക്ക് മുൻപേ തുടങ്ങി. മുന്നൊരുക്കങ്ങൾ 2-2.5 വർഷം മുൻപേ തുടങ്ങി. അവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തി. 2019 മത്സരിക്കാൻ വരുമ്പോൾ 1 മാസത്തിൽ താഴെ സമയം മാത്രം ചെലവഴിച്ച സുരേഷ് ഗോപി അവിടെ ഉയർത്തിയ വോട്ട് എത്രയായിരുന്നു? 2019 അത്രയും വോട്ട് ഉയർത്തിയ സുരേഷ് ഗോപിക്ക് 2-2.5 കൊല്ലം അവിടെ ക്യാമ്പ് ചെയ്ത് യഥാർത്ഥത്തിൽ 2019 ശേഷമുള്ള കാലഘട്ടത്തിൽ ഉടനീളം ഈ തൃശ്ശൂർ തന്നെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ള സംഘടനാ ശക്തി മുഴുവൻ തൃശ്ശൂർ മണ്ഡലത്തിൽ വിനിയോഗിച്ചിട്ടുള്ള, പ്രധാനമന്ത്രി പലവട്ടം വന്നു പോയിട്ടുള്ള, അങ്ങനെ എല്ലാ തരത്തിലും എല്ലായിടങ്ങളിലും കാടിളക്കി പ്രചാരണം നടത്തി കൂടുതൽ അംഗങ്ങളെ ചേർത്ത് എല്ലാ രീതിയിലും വോട്ട് പെട്ടിയിലാക്കാനായിട്ടുള്ള മാർഗങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന സുരേഷ് ഗോപി തൃശ്ശൂരിൽ പൂരം കലക്കി വിജയിച്ചു എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ആരുടെ ബുദ്ധിയാണ്? 3ാം സ്ഥാനത്തായ കെ മുരളീധരന് ജാള്യത മറയ്ക്കാൻ അതൊക്കെ പറയാം, കോൺഗ്രസ് പാർട്ടിക്ക് പറയാം. കോൺഗ്രസിന് കുറഞ്ഞ വോട്ട് മുഴുവൻ BJP-യിലേക്കാണ് പോയത് എന്ന് പറയുമ്പോൾ ഇവിടെ സുനിൽകുമാറിന് വോട്ട് ഉയർന്നത് എന്തുകൊണ്ട് കോൺഗ്രസ് കാണുന്നില്ല എന്ന ചോദ്യം അവിടെ പ്രസക്തമായി തന്നെ നിൽക്കുകയാണ്. VS സുനിൽകുമാർ ആയിരുന്നു ജയിക്കേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ VS സുനിൽകുമാറിന് ജയസാധ്യതയുണ്ടായിരുന്നു എന്ന് VD സതീശൻ പറഞ്ഞത് അവിടെയുള്ള ക്രോസ് വോട്ടിങ്ങിന്റെ സൂചനയാണോ? നിങ്ങൾ അങ്ങനെയാണോ ആലോചിച്ചുറപ്പിച്ച് വെച്ചിരുന്നത് എന്നുള്ള മറുചോദ്യവും മറുഭാഗത്തു നിന്നുണ്ട്. ഇതിൽ അതുകൊണ്ട് ഒരു ക്ലാരിറ്റി വേണം. പൂരം കലക്കി വിജയിച്ചയാളാണ് സുരേഷ് ഗോപി എന്നുള്ള ചീത്തപ്പേര് സുരേഷ് ഗോപിക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിലെ എൻ്റെ ടേക്ക്. അതുകൊണ്ട് ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കണം. ഈ പൂരം കലക്കിയത് ആരാണ് എന്നുള്ളത് പുറത്തു വരണമെങ്കിൽ ഒരു സ്വതന്ത്ര ഏജൻസി അത് അന്വേഷിക്കണം. അല്ലാതെ ഇപ്പോൾ നടക്കുന്നത് പോലെയുള്ള അന്വേഷണം കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ കാണുന്ന പിന്തുണ അത് സ്വാഭാവികമായ പിന്തുണയാണ്. ഇതിനപ്പുറം ആരും പ്രതീക്ഷിക്കുകയും വേണ്ട. ശരി, അസ്വാഭാവിക പിന്തുണയോ എന്നതായിരുന്നു ചോദ്യം. യെസ് എന്ന് 2, നോ എന്ന് 1. നോ എന്ന് സുജയ. Meet the editors.